ഡേവിഡ് ഗെയിമിംഗ് സ്റ്റുഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് എന്താ പറയാ, ഫുള്ള് അയൺ ആർമറൊക്കെ ആയിട്ട് ഇപ്പൊ സെറ്റ് ആയിട്ട് നിന്നിട്ടുണ്ട്. ഒരു ഷീൽഡും കാര്യങ്ങളൊക്കെ ആയിട്ട്. നമുക്ക് ഇങ്ങനെ വെച്ച് ഇമോട്ട് ഇടാൻ നോക്കാം. വാട്ട് ഇമോട്ട് ഇമോട്ട് ഡൗൺലോഡ് ഷീൽഡിലുള്ളപ്പോ ഇമോട്ട് ഇടാൻ പറ്റില്ല ഗൈസ്. അതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് ഫുള്ള് അയൺ ആർമറും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് ഗൈസ്. നൈസായിട്ടൊരു ചമ്മല് പറ്റി, വേറെ ഒന്നല്ല. ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറേ പാർട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എഡിറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രശ്നം എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്ന് സ്റ്റക്കായിരിക്കുമായിരുന്നു ഗൈസ്. ക്യാമറ റെക്കോർഡായിട്ടില്ല. ബട്ടൺ ഓണായിരുന്നു, പക്ഷെ റെക്കോർഡായിട്ടില്ല. അതുകൊണ്ട് ഗൈസ് ആ ഭാഗം മൊത്തം എനിക്ക് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വന്നു. എന്നിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷെ എനിക്കത് ഭയങ്കര തെറ്റ് പറ്റി ഗൈസ്. ഞാൻ ഓണായിരുന്നു ബട്ടൺ, പക്ഷെ റെക്കോർഡായില്ല. അപ്പം മൈനിങ് തുടങ്ങാം. കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഏരിയയില് 20 കോളൊക്കെ അയൺ ഗൈസ്. പക്ഷെ അവിടേക്ക് എങ്ങനെ എത്തുന്നു നോ ഐഡിയ. നിക്ക് ഗൈസ്, ഞാൻ എന്ന് കാൽക്കുലേറ്റ് ചെയ്യട്ടെ. ഇവിടുന്ന് നേരെ ചാടുകയാണെങ്കിൽ ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ നേരെ വെള്ളത്തേക്ക് വീഴും. അല്ലെങ്കിൽ പറയണ്ടല്ലോ, അവിടെ വീണ് ചാവും. അപ്പൊ ഞാൻ റിസ്ക് എടുക്കണോ ഗൈസ്? കുറച്ചുകൂടി അല്ല, ഇവിടുന്ന് ചാടിക്കഴിഞ്ഞാൽ കറക്റ്റ് വെള്ളത്തേക്ക് തന്നെയല്ലേ എത്തുക? അത് നോക്കട്ടെ. ഞാൻ ഈ ഒരു ഏരിയ ചാടിക്കഴിഞ്ഞാ കുഴപ്പമില്ലാത്ത രീതിയിൽ വെള്ളത്തേക്കൊക്കെയാണ് എത്തുക. ഇതാണ് ഗൈസ് സ്റ്റണ്ട് ബ്രോ. ഫുൾ സ്റ്റണ്ടൊക്കെ കാട്ടി. ഓക്കെ, ഞാൻ നിന്നെ പഠിക്കണേ അല്ല. പിന്നെ പൊങ്ങ് പൊങ്ങ്. ഇനി ഞാൻ നിന്റെ മണ്ടക്കോട്ട് കാരണം ഡേർട്ട് പൊടണ. ഇനി ഞാൻ ആ മുകളിൽ എത്തിയിട്ട് കാണാം ഗൈസ്. അപ്പൊ നമ്മൾ ടോർച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ മറ്റേ അയണൊക്കെ ഫർണസിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ ഇവിടെ ഞങ്ങൾ നല്ല ദൂരം ഉണ്ടെന്ന്. ഞാൻ പോയിട്ട് വന്നപ്പോഴത്തേക്കും രാവിലെ രാത്രിയൊക്കെ കഴിഞ്ഞു. യെസ്, ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എവിടെ അയൺ കണ്ടത്? ഗൈസ്, നമ്മളപ്പോൾ അവിടുന്ന് അയണും കാര്യങ്ങളൊക്കെ വെട്ടിയെടുത്ത് ഫർണസിലൊക്കെ കൊണ്ടുപോയി വെച്ചു. പിന്നെ അവിടെ ഉള്ള സ്നോ ഉള്ള ഈ ഏരിയ ഒക്കെ കണ്ടു. അവിടെ വില്ലേജൊക്കെ തപ്പാൻ നോക്കി, പക്ഷെ അവിടെ വില്ലേജ് ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു പട്ടീനെ കണ്ടു, പക്ഷെ ടേൺ ചെയ്യാൻ പറ്റിയില്ല. കയ്യിൽ എല്ലുണ്ടായിരുന്നില്ല. അതന്നെ കാരണം. നമ്മള് വീടെത്തി ഒരു ഉറക്കൊക്കെ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഇത് റെഡി ആയില്ലേ? ഒരു 5 ഇങ്കട്ട. ഇത് ഞാൻ എപ്പോ വെച്ചിട്ട് പോയതാണ് ഗൈസ്. ഇത്രയായിട്ടുള്ളൂ. വെരി ബാഡ് ഗൈസ്. പറ്റില്ല. വെരി ബാഡ്. ആയിക്കോട്ടെ.
എന്നെ അറിയാൻ പാടില്ല. ഞാൻ ആദ്യം പോയിട്ട് ആടിന്റെ തൊലി ഉരിഞ്ഞിട്ട് വരാം. ആട്ടുമാമകളെ ഇങ്ങോട്ട് വരൂ, തൊലി ഉരിയട്ടെ. വാട്ട്? എവിടെ എന്തോ പന്തികേടുണ്ടല്ലോ. ഇതിന് എനിക്ക് 2 ഡൈ ഉണ്ടായിരുന്നുള്ളൂ. ഒരാട്ടിന് ഇതാക്കി കഴിഞ്ഞാൽ 3 ഡൈ കിട്ടുമോ? ഒരു ചിന്തല്ലോ നല്ല മൂത്ത ആളായിരിക്കും പ്രായതൊക്കെ. എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. റെഡ് ബെഡ് കിട്ടി. ഹാപ്പി ഹാപ്പി ഹാപ്പി. ഞാനേ എന്താ പറയാ, അവിടെ വെള്ളം കണ്ടല്ലോ ഗൈസ്. ഞാൻ എൻ്റെ ഇപ്പൊ അയൺ എത്രയുണ്ട്? ഫുള്ളായ 18 ഇങ്ങോട്ട് ആയിട്ടുണ്ട്. അയൺ വെച്ചിട്ട് കൊറേ ബക്കറ്റ് ഞാൻ ചെത്തി ഉണ്ടാക്കട്ടെ. 3 ബക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ടോട്ടൽ ഇപ്പൊ എൻ്റെ 1 ബക്കറ്റ് എന്ത്? ഞാൻ വിചാരിച്ച എൻ്റെ ഒരു ബക്കറ്റ് കാണാനില്ലെന്ന്. ഈ കോപ്പർ ചെസ്റ്റ് പൊട്ടാറായ എന്റെ കോപ്പർ ഗോളത്തിനെ കാണുന്നില്ല ഗൈസ്. അതാണ് എനിക്ക് മനസ്സിലാവാത്ത. ഈ കോപ്പർ ഗോളത് എവിടെ പോയി കിടക്കാണ്? 2000 years later. മടി പിടിച്ചെടുക്കാത്തതാണ്. അപ്പുറത്ത് ഞാൻ കുറച്ച് എമറാൾഡ് കണ്ടതാണ്. ഞാനേ ഫാമും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കട്ടെ. ആദ്യം ഞാൻ എന്റെ ഇതൊന്ന് ഫുള്ള് ക്ലീൻ ആക്കട്ടെ ഗൈസ്. ഞാൻ പൊട്ടനായിരുന്നു. ഞാൻ കൊറേ കാര്യങ്ങൾ കാട്ടി ഗൈസ്. അവിടുന്ന് വന്നിട്ട് ഞാൻ വീഡിയോ പിടിക്കാൻ മറന്നുപോയി. ഞാൻ ഓണാക്കാൻ മറന്നതാണ് ഗൈസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊറേ തുടങ്ങിയായിരുന്നു. ഞാനൊരു പൊട്ടനാലേ. ഞാൻ കൊറേ തുടങ്ങിന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറേ തുടങ്ങിയായിരുന്നു. കൊറേ തുടങ്ങി വീട്ടിൽ വന്ന് കൊറേ കാര്യങ്ങൾ കാട്ടി അങ്ങനെ കുറച്ച് തുടങ്ങിയായിരുന്നു. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കണ ക്യാമറ ഓണല്ല. വെള്ളമൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. ഇനി എന്തായാലും ഇത് ഫാസ്റ്റ് ആയിട്ട് വളർന്നോളും. എനിക്ക് എന്റെ ഈ ബക്കറ്റൊക്കെ കൊണ്ടുവച്ചിട്ട് കുറച്ച് തേനുണ്ട് ഗൈസ്. നമുക്ക് പോയി തേൻ എടുത്തിട്ട് വരാം. ആടുകളെ വിഷമിക്കണ്ട. ആടുകൾക്ക് ഒത്തിരി നാളുകളായിട്ട് ഇതില് എന്താ പറയാ, ഫുഡ് കിട്ടിയിട്ടില്ല. ഫുഡ് കിട്ടിയിട്ട് എത്ര നേരം, എത്ര കാലായെന്നറിയാം ആടിന്. അങ്ങനെ പറ്റില്ല ഗൈസ്. ആടിന് ഫുഡ് കൊടുക്കണം നമ്മള്. അപ്പൊ നമ്മളെന്താ ആടിന് ഫുഡ് ഇല്ല കൊടുക്കാൻ. അതാണ് വേറെ പ്രശ്നം. ഷിയസ് അവിടെ. ഷിയസ് എന്തായാലും 9 അയൺ ഇങ്ങോട്ടുണ്ട്. എനിക്ക് എന്തായാലും വാളുണ്ടാക്കാറായുണ്ട് പുതിയത്. ഉണ്ടാക്കി അങ്ങോട്ട് വെച്ചേക്കാം ഗൈസ്. വാള് ഇതെന്താ ഗൈസ്? ഇത് ഉണ്ടാക്കാലോ. ക്രോസ് ബോ. ഓക്കെ, ക്രോസ് ബോ ഉണ്ടാക്കും ഗൈസ്. ഞാൻ ക്രോസ് ബോ എനിക്ക് ഉണ്ടാക്കണം. ക്രോസ് ബോന് എന്തൊക്കെയാ വേണ്ടതെന്ന്? ഇതില്ല. ഓക്കെ, വെബ് ഉണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് എനിക്ക് അറിയത്തില്ല. അമ്പിന് ഫ്ലിന്റ് വേണം ഗൈസ്. അതാണ് ഏറ്റവും വലിയ പാട്. ചിക്കനൊന്നും ഒരു വിഷയമല്ല. ചിക്കനൊക്കെ നമുക്ക് സുഖസുന്ദരമായിട്ട് ഉണ്ടാക്കാം. മറ്റേ ലിവർ എങ്ങനെയാണ് ഉണ്ടാക്കുക? ലിവർ ഇതിന് ഇത് വേണം. അയണല്ലോ ലിവറോ? കൊള്ളാലോ. അയണുള്ള ലിവറോ? അത് ആയുധത്തിലല്ലേ ഇത്? ഇപ്പോഴും ഇത് ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ പൊട്ടനാണ് ഗൈസ്. ഇത് ഉണ്ടാക്കിയിട്ടില്ല. ഇത് ഉണ്ടാക്കിയിട്ട് പിന്നെ സ്പൈഡർ വെബ് വേണം. സ്പൈഡർ വെബ് നമ്മുടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ക്രോസ് ബോ മറ്റേ അമ്പും വില്ലും തന്നെയാണ് സാധനം എന്നാണ് തോന്നണത്. 2 ക്രോസ് ബോ ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. ഇതും 2 ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് ഒരിതും മതി. കാരണം വെച്ചാൽ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഇത്ര അമ്പുണ്ട്. പക്ഷെ ഫുൾ പവർ ഉള്ളത് അമ്പില്ല. ഓക്കെ, ഉപയോഗിക്കാത്തത് ഇതൊക്കെ നമുക്ക് കൊണ്ടുപോയി കളയാം ഗൈസ്. ഇത് 2 കൊണ്ടുപോയി കളയാം. എനിക്ക് അതൊന്നും വേണ്ട.
ഇതൊക്കെ ഞാൻ എടുത്ത് മാറ്റട്ടെ. അയണൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ഞാൻ സോഡ് ഉണ്ടാക്കാൻ വന്നിട്ടുണ്ടാ ഉണ്ടാക്കി ഞാൻ മറക്കാണ് ഗൈസ്. ഒക്കെ മറക്കുക. ഷിയേഴ്സ് എടുത്ത് നമുക്ക് ഇവിടെയൊക്കെയാണ് ടെസ്റ്റ് ചെയ്യാൻ പോണം. ഒരു കൊളത്ത് എക്സ്ട്രാ വന്നു. ഞാൻ എന്താ കാട്ടണേ? ഷിയേഴ്സ് എടുത്തു ടെസ്റ്റ് ചെയ്യാനുള്ളത്, അല്ല അയൺ എടുക്കാനുള്ളത് ഒക്കെ സെറ്റ്. നമുക്ക് അമ്പ് എടുക്കണം ഗൈസ്. അമ്പെടുത്താലാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. തേനീച്ചയുടെ നല്ല കുത്ത് കിട്ടും, അതെനിക്ക് നന്നായിട്ട് അറിയാം. പറഞ്ഞോ ഗൈസ്, 110 പിടച്ചു കിട്ടാ. തേനീച്ച കുത്തി കഴിഞ്ഞാൽ പോയിസൺ ആണ്. ഞാൻ തേനീച്ചനെ കൊല്ലുന്നില്ല ഗൈസ്. ഇപ്പുറത്തെ തേനീച്ച അത് കണ്ടോ ഗൈസ്? വരിണ്ടമ്മണ്ടേ കൂടെ. അയ്യേ, ഓ ഞാൻ പറ്റിച്ചതാണ് ഗൈസ്. ഞാൻ പോട്ടനെ. ഇവിടെ തേൻ വന്നിട്ടുണ്ടോ ഞാൻ ചെക്ക് ചെയ്യട്ടെ. വന്നിണ്ടാ? ആ പോയിച്ചുണ്ടല്ലോ. പ്രാവശ്യം കുത്തി കഴിഞ്ഞാൽ ഓക്കെ അല്ലേ? ചിലപ്പോ ഇതിന്റെയും കൂടി ഓണേഴ്സ് അവരായിരിക്കും. അന്ന് ഞാൻ ഇവിടുത്തെ തേനീച്ചനെ കൊന്നാണ് ഗൈസ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ അന്ന് ഇവിടുത്തെ തേനീച്ചനെ കൊന്നതായിരുന്നേ. ഒരു മിനിറ്റ്, ഇതൊരു കുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ പൊക്കൂലായിരിക്കുമല്ലോ അല്ലേ? പോയില്ലേ? പോയി. വെറുതെ എന്തിനാ ഗൈസ് നമ്മള് റിസ്ക് എടുക്കണേ? ഒരു കുത്ത് വന്നാ അതങ്ങോട്ട് പൊക്കോളൂ. തേൻ കിട്ടിയിട്ട് തേനോണ്ട് എന്താ ഗുണമെന്ന് എനിക്ക് അറിയത്തില്ല, സത്യം പറയാലോ. തേനിന്റെ ബ്ലോക്ക് പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാരും കുത്തലായിരിക്കും. ഇനി നമുക്ക് എന്താ ക്രോസ് ബോ ടെസ്റ്റ് ചെയ്യണം. ക്രോസ് ബോ അതന്നെയാണ് സാധനം എന്നാണ് തോന്നണത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായത് വെച്ച് നോക്കുമ്പോ നമ്മള് ഇത് വലിച്ചു പിടിക്കുക ഗൈസ്. എന്നിട്ട് നമുക്ക് വെക്കേണ്ട സ്ഥലമാകുമ്പോ അപ്പൊ ക്രോസ് ബോ നല്ലതാണ് ഗൈസ്. അമ്പിനെക്കാട്ടും നല്ലതാ അങ്ങനെ നോക്കുകയാണെങ്കിൽ. നോക്കുകയാണെങ്കിൽ ക്രോസ് ബോ തന്നെയാണ്. കാരണം നമുക്ക് വലിച്ചു പിടിക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് പോയി വെച്ചാൽ മതി. ഇതൊക്കെ കൊണ്ടുപോയി കളയണതൊക്കെ പിന്നെ കൊണ്ടുപോയി കളയാം. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ബൈ.